ഹായ് മക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെം BSc മാത്തമാറ്റിക്സിൻ്റെ PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. BSc മാത്സിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും PYQs യൂണിപ്രപ്പിൽ അവൈലബിൾ ആണ്. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൻ്റെ ഫ്രീ ട്രയലും യൂണിപ്രപ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഒരുമിച്ചിരുന്ന് യൂണിവേഴ്സിറ്റി എക്സാം ക്രാക്ക് ചെയ്യാം. ഹായ് മക്കളെ, നിങ്ങളുടെ സുഹേൽ സാറാണ്. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാത്തമാറ്റിക്സ് 4 എന്ന് പറയുന്ന പേപ്പറിലെ 4ാമത്തെ മൊഡ്യൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് കൂടുതലായിട്ടും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ എക്സാമിന് കണ്ടിട്ടുള്ളത്. അതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് ഓർത്തോഗണാലിറ്റിയുടെ വെരിഫിക്കേഷൻ വരാറുണ്ട്. രണ്ടാമതായിട്ട് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, 10 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിച്ച ടോപ്പിക്കാണ് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. സോ ഫൊറിയർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മിക്കവാറും നിങ്ങൾക്ക് എന്തുണ്ടാവാറുള്ളത്, essay ആയിട്ട് വരാറുള്ളത്. സോ ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 4th മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ളത്. അത്തരം ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻസ് f1 of x is equal to x cube, f2 of x is equal to x square plus 1 are orthogonal on closed interval -1 1. ഇപ്പോൾ രണ്ട് ഫങ്ഷൻസ് ഓർത്തോഗണൽ ആണെന്ന് കാണിക്കണമെങ്കിൽ, രണ്ട് ഫങ്ഷൻസ് ഓർത്തോഗണൽ ആണെന്ന് പറയണമെങ്കിൽ ആ രണ്ട് ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 0 കിട്ടണം. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് f1, f2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ എന്താ വരിക, a to b f1 of x f2 of x dx is equal to എന്തായിരിക്കണം മക്കളെ, 0 ആവണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് എന്താകുന്നത്, അത് രണ്ടും എന്തായി മാറുന്നത്, ഓർത്തോഗണലായിട്ട് മാറുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഈ തന്നിട്ടുള്ള ഫങ്ഷൻസ് ഓർത്തോഗണലാണോ ചെക്ക് ചെയ്ത് നോക്കാം. സോ ദാറ്റ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് f1, f2 is equal to ഇൻറ്റഗ്രൽ -1 to 1, ദാറ്റ് ഈസ് f1 of x എന്ന് പറയുന്നത് ഇവിടെ ഈ എക്സ് സ്ക്വയർ ആണ്, ഇൻറ്റു f2 of x എന്ന് പറയുന്നത് ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്, ഇൻറ്റു ഡി എക്സ്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തോ. സോ -1 to 1, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇവിടെ എക്സ് ക്യൂബ് അല്ലേ, ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. സോ എക്സ് ക്യൂബിൻ്റെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പവർ 5 പ്ലസ് എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് കിട്ടും. സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് പവർ 6 ഡിവൈഡഡ് ബൈ 6 പ്ലസ് എക്സ് പവർ 4 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും, വിത്തിൻ ദ ലിമിറ്റ് -1 to 1 എന്ന് കിട്ടും. ഓക്കെ, സോ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കിക്കേ, എന്താ മക്കളെ കിട്ടുന്നുണ്ടാവുക. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/6 പ്ലസ് 1/4, ഓക്കെ, മൈനസ് ആൻഡ് -1/6 എന്ന് പറഞ്ഞാൽ അതും 1/6 തന്നെയാണ്, പ്ലസ് -1 പവർ 4 എന്ന് പറഞ്ഞാൽ 1/4 എന്ന് കിട്ടും. സോ പക്ഷേ ഇവിടെ എന്തുണ്ട്, രണ്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/6 പ്ലസ് 1/4 -1/6 -1/4 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടും മക്കളെ, 0 എന്ന് കിട്ടും. അതായത് f1 of x ഉം f2 of x ഉം എന്താണ് മക്കളെ, ഓർത്തോഗണലാണ്. സോ f1 of x, f2 of x ആർ ഓർത്തോഗണൽ, എന്താണ് ഓർത്തോഗണലാണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഇത്തരം ക്വസ്റ്റ്യൻസ് 2 മാർക്കിനാണ് സാധാരണയായിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ അതാണ് മക്കളെ, ഷോ ദാറ്റ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 3 dou square u by dou x square is equal to dou u by dou y is parabolic. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ്, സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇനി പറയുന്ന രൂപത്തിലാണെങ്കിൽ, അതായത് a dou square u by dou x square പ്ലസ് 2b dou square u by dou x dou y പ്ലസ് c ഇൻറ്റു dou square u by dou y square ഈക്വൽ ടു 0 എന്ന രൂപത്തിൽ ആണെങ്കിൽ, ഓക്കെ, ഇത് പാരാബോളിക് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് കാണിച്ചാൽ മതി, അതായത് d ഈക്വൽ ടു 0 എന്ന് കാണിക്കണം. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാണുന്നത്, b² മൈനസ് AC ആയിട്ടാണ് കാണുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിലാണ് എന്താവുന്നത് മക്കളെ, ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പാരാബോളിക് ആവുന്നത്.
നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ സി ഒക്കെ നോക്കുക. തന്നിട്ടുള്ള ഇക്വേഷൻ ഇങ്ങനെയല്ലേ, അതായത് 3 ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ ആണ്. സോ ഡോ യു ബൈ ഡോ വൈ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും നമുക്ക്? 3 ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യാപിറ്റൽ എ ഈക്വൽ ടു 3 എന്ന് പറയാൻ പറ്റും, ക്യാപിറ്റൽ ബി ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും, ആൻഡ് സി ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഡി ഈക്വൽ ടു എന്താ കിട്ടുന്നത് മക്കളെ? ബി സ്ക്വയർ മൈനസ് എ സി ആണ്. അതായത് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഒരു തന്നിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? പരാബോളിക് ആയിരിക്കും എന്ന് കിട്ടും നമുക്ക്. സോ ഇത് നമുക്ക് എന്ത് കിട്ടി? പരാബോളിക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ മക്കളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോൾവ് ഡി യു ബൈ ഡി എക്സ് മൈനസ് 2 ഇൻറ്റു ഡി യു ബൈ ഡി വൈ മൈനസ് യു ഈക്വൽ ടു 0 യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. ഓക്കെ, സോ ഈ തന്നിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യണം. സോ ആദ്യം ഞാൻ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ എക്സ് മൈനസ് 2 ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ മൈനസ് യു ഈക്വൾ ടു 0 എന്ന് എഴുതി. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സെപ്പറേഷൻ ഓഫ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ നമുക്കൊന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. അതായത് അസ്യൂം ദാറ്റ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിട്ട് എടുക്കുന്നു എന്നറിയാം. ഒരു യു ഓഫ് എക്സ് വൈ ആയിട്ട് എടുക്കുന്നു ഞാൻ. യു ഓഫ് എക്സ് കോമ വൈ. യു ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എക്സിലുള്ളയും വൈയിലുള്ളയും ഫംഗ്ഷൻ ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു ക്യാപിറ്റൽ എക്സ് ഓഫ് എക്സ് ആയിട്ടും ഇൻ ടു ക്യാപിറ്റൽ വൈ ഓഫ് വൈ ആയിട്ടും നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് കാണാൻ പറ്റും. അതായത് വിത്ത് റെസ്പെക്ട് എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് ഡാഷ് ഓഫ് എക്സ് വരും ആൻഡ് വൈ ഓഫ് വൈ വരും. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റും? ഡോ യു ബൈ ഡോ വൈ കാണാൻ പറ്റും. അതായത് എക്സ് ഓഫ് എക്സ് വൈ ഡാഷ് ഓഫ് വൈ എന്ന് കിട്ടും നമുക്ക്. സോ ഈ കിട്ടിയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? ആ തന്നിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ മക്കളെ നമുക്ക് കിട്ടുന്നുണ്ടാവുക? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡാഷ് ഓഫ് എക്സ് വൈ ഓഫ് വൈ മൈനസ് 2 ഇൻറ്റു എക്സ് ഓഫ് എക്സ് വൈ ഡാഷ് ഓഫ് വൈ. ഓക്കെ, മൈനസ് യു എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എക്സ് മൈനസ് വൈ ഓഫ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടി നമുക്ക്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ എക്സ് ഓഫ് എക്സിൻ്റെ വൈ ഓഫ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. വി ആർ ഗോയിങ് ടു ഡിവൈഡ് വിത്ത് ക്യാപിറ്റൽ എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നുണ്ടാവും മക്കളെ? ദാറ്റ് ഈസ് ഫസ്റ്റ് എക്സ് ഡാഷ് ഓഫ് എക്സ് വൈ ഓഫ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ മൈനസ് 2 ഇൻറ്റു എക്സ് ഓഫ് എക്സ് വൈ ഡാഷ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ എന്ന് കിട്ടും. ആൻഡ് മൈനസ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ മൈനസ് അല്ല ഇൻറ്റു ആണ് കേട്ടോ, പ്രൊഡക്റ്റാണ് വരുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു വൈ ഡാഷ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ വൈ ഓഫ് വൈ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും നമുക്ക് അല്ലേ? മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ മാറ്റി ചെയ്താൽ മക്കളെ? അതായത് വൈന് ടേമിന് അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്സ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ ഡാഷ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ വൈ ഓഫ് വൈ എന്ന് കിട്ടും. ഓക്കെ, ക്യാപിറ്റൽ വൈ ഓഫ് വൈ എന്ന് കിട്ടും.
ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ്, അതായത് ഈ എക്സ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഈ എക്സ് ഓഫ് എക്സ് മൈനസ് 1 സീക്വൽ നമുക്ക് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വൈ ഡാഷ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ വൈ ഓഫ് വൈ ഈക്വൽ ടു നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ലാംഡ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? സോ നോക്കിക്കേ, ഇവിടെ നിന്ന് നമുക്ക് ഈ എക്സ് ഡാഷ് ഓഫ് ഈ എക്സ് ഡിവൈഡഡ് ബൈ ഈ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ലാംഡ പ്ലസ് 1 എന്ന് കിട്ടും നമുക്ക് അല്ലേ? സോ ലാംഡ പ്ലസ് 1 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നുണ്ടാവും മക്കളെ? ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ 2 ഉണ്ടല്ലോ, ഓക്കെ 2 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് വൈ ഡാഷ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ഇവിടുന്ന് എക്സ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ലാംഡ പ്ലസ് 1 ഇൻറ്റു എക്സ് ഓഫ് എക്സ് എന്ന് കിട്ടും. സോ അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഈ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ക്യാപിറ്റൽ എ ഇ പവർ ലാംഡ പ്ലസ് 1 എക്സ് എന്ന് എഴുതാൻ പറ്റും. ആൻഡ് സിമിലർലി നമുക്ക് ഇവിടുന്ന് വൈ ഡാഷ് ഓഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കൊടുക്കാം മക്കളെ? ലാംഡ ബൈ 2 ഇൻറ്റു വൈ ഓഫ് വൈ ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ അതിനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ബി ഇ പവർ 1/2 വൈ എന്ന് കിട്ടും. സോറി 1/2 അല്ല, ലാംഡ ബൈ 2 വൈ എന്ന് കിട്ടും. കോൺസ്റ്റൻറ്റ് ലാംഡ ബൈ 2 അല്ലേ വരിക? സോ ലാംഡ ബൈ 2 വൈ എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ therefore യു ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം മക്കളെ? എ ഇ പവർ ലാംഡ പ്ലസ് 1 എക്സ് ഇൻറ്റു ബി ഇ പവർ ലാംഡ ബൈ 2 വൈ എന്ന് കിട്ടും. സോ ഇതായിരിക്കും എന്ത്? അതിൻ്റെ വേരിയബിൾ സെപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിൻ്റെ സൊല്യൂഷൻ കാണുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോറിയർ സീരീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവാറുണ്ട്. 10 മാർക്കിനാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ശ്രദ്ധിച്ചോ, അതായത് എഫ് ഓഫ് എക്സ് എക്സ്പാൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് ആസ് എ ഫോറിയർ സീരീസ് ഇൻ 0 > x < 2π. ശ്രദ്ധിച്ചോട്ടോ മക്കളെ, അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് ആണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to ∞. എന്താ വരുന്നത്? എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ് എന്ന് കിട്ടും. സോ ഇതായിരിക്കും എന്ത്? അതിൻ്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a0 കാണണം, a n കാണണം, b n കാണണം. സോ എ എൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എഴുതി വെക്കാം. a n എന്ന് പറയുന്നത് എന്താ വരുന്നുണ്ടാവുക? 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π. ഓക്കെ, 0 to 2π എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ആൻഡ് ബി എൻ ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് a0 എന്ന് പറയുന്നത് ഈ a0 എന്ന് പറയുന്നത് 1/π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇത് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ ശ്രദ്ധിച്ചോ, എഫ് ഓഫ് എക്സ് എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് സൈൻ എക്സ് ആണല്ലോ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ആദ്യം നമ്മൾ a0 കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ a0 ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അല്ലെങ്കിൽ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π എക്സ് സൈൻ എക്സ് ഡി എക്സ് ആണ്. സോ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കാൻ പറ്റും. അതായത് 1/π ഇൻറ്റു എന്ത് കിട്ടും മക്കളെ?
ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്. എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഈ എക്സ് ഡാഷ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും വിത്തിൻ ദ ലിമിറ്റ് 0 to 2π. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുന്നുണ്ടാവുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, പ്ലസ് കോസ് എക്സ് ഡി എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 to 2π എന്ന് കിട്ടും നമുക്ക്. സോ ഫൈനലായിട്ട് നമുക്ക് എന്താ കിട്ടുക? കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് 1/π ഇൻറ്റു മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 to 2π. സോ 0 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2π നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്താ നമുക്ക് കിട്ടുന്നുണ്ടാവുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു മൈനസ് 2π കോസ് 2π പ്ലസ് സൈൻ 2π ഇൻറ്റു മൈനസ് 0 ഇൻറ്റു കോസ് 0 പ്ലസ് സൈൻ 0 എന്ന് കിട്ടും. ഓക്കെ, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ടേം എന്തായി പോയി? 0 ആയിട്ട് പോയി. സോ നമുക്ക് ഇവിടെ വരുന്നുണ്ടാവുക കോസ് 2π ആൻഡ് മൈനസ് സൈൻ 2π ആണ്. സോ മൈനസ് 2 സൈൻ 2π എന്ന 0 ആണ്. സോ നമുക്ക് ഇവിടെ മൈനസ് 2π എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇതെന്തായാലും 1 കോസ് 2π 1 ആണ്, സൈൻ 2π 0 ആണ്. സോ ഇൻറ്റു മൈനസ് 2π എന്ന് വരും. പൈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ a0 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ? -2 എന്ന് കിട്ടും. സോ a0 വിൽ ബി ഈക്വൽ ടു -2 എന്ന് നമുക്ക് കിട്ടി. സോ നമുക്കിനി അടുത്തത് an കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഓൾറെഡി നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? 1/π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. സോ കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് സൈൻ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. സോ നമുക്കൊരു ഫോർമുല ഉണ്ട് നമ്മളെടുത്ത്. അതായത് എന്താണ് ആ ഫോർമുല എന്നറിയോ? അതായത് നമുക്കിങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. സൈൻ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാമെന്നറിയോ? ദാറ്റ് ഈസ് 1/2 ഇൻറ്റു സൈൻ എൻ പ്ലസ് 1 എക്സ് പ്ലസ് സൈൻ 1 മൈനസ് എൻ എക്സ് എന്ന രൂപത്തിലേക്ക് നമുക്കതിനെ മാറ്റി ചെയ്താൽ മതി. നമുക്ക് സൈൻ എ സൈൻ ബി എന്ന് പറയുന്ന ഫോർമുല എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണത്. ഓക്കെ, അതായത് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി ബേസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π എന്ത് ചെയ്യും നമുക്ക്? 1/2 ഇൻറ്റു അല്ലേ? അതായത് എക്സ് ഇൻറ്റു 1/2 ഇൻറ്റു സൈൻ എൻ പ്ലസ് 1 എക്സ് പ്ലസ് സൈൻ 1 മൈനസ് എൻ എക്സ് എന്ന് കിട്ടും ഡി എക്സ്. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഇവിടെ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷൻസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇതെന്തായിട്ട് മാറി? ഓഡ് ഫംഗ്ഷനായിട്ട് മാറി. ഓഡ് ഫംഗ്ഷനാണ് ഇത് വരുന്നത് അല്ലേ? ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ്റെ 0 to a എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? an വിൽ ബി ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാരണം ഈ അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്താണ് മക്കളെ? ഓഡ് ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. സോ an ഇസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 0 എന്ന് എഴുതാൻ പറ്റും. ഇനി സിമിലർലി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? bn കണ്ടുപിടിക്കണം. bn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ആണ് കിട്ടുന്നുണ്ടാവുക. അതായത് 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 2π എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഉണ്ട്. അതായത് സൈൻ എക്സ് സൈൻ എൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കതിനെ എങ്ങനെ എഴുതാം മക്കളെ? അതായത് കോസിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അതായത് 1/2 ഇൻറ്റു കോസ് n-1x മൈനസ് കോസ് n+1x എന്ന രൂപത്തിൽ എഴുതാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2π x ഇൻറ്റു 1/2 ഇൻറ്റു എന്ത് ചെയ്താൽ നമുക്ക് കോസ് n-1x മൈനസ് കോസ് n+1x എന്ന് കിട്ടും. ഓക്കെ, n+1x എന്ന് കിട്ടും. ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ നമുക്ക് ഓൾറെഡി നമുക്ക് bn എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് രണ്ട് വാല്യൂസ് ഉണ്ടായിരിക്കും. -2n/n² - 1 ഫോർ n ഈസ് നോട്ട് ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ π/2 ഫോർ n ഈസ് ഈക്വൽ ടു 1 ആണ്. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓൾറെഡി സിംപ്ലിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ രൂപത്തിൽ നിങ്ങൾ ഈ സിംപ്ലിഫിക്കേഷൻ അറിഞ്ഞു വെച്ചാൽ മതി, പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ലോങ് ആയപ്പോൾ ഒരു സിംപ്ലിഫിക്കേഷൻ അവിടെ വരുന്നത് ശ്രദ്ധിച്ചോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് bn കിട്ടിയാലോ. സോ f(x) എന്ന് പറയുന്ന ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്താ f(x)? f(x) ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity. Sigma n is equal to 1 to infinity an cos nx പ്ലസ് bn sin nx എന്ന് കിട്ടും. അതിൽ കോസ് nx എന്ന് പറയുന്നത് an എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ആ കോസ് nxൻ്റെ ടേം ഇല്ലാണ്ടായി പോയി. a0 -2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ -2/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity എന്താ കിട്ടും? 0 ഇൻറ്റു കോസ് nx പ്ലസ് bn sin nx എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ f(x) ഈക്വൽ ടു -1 പ്ലസ് സിഗ്മ n is equal to 1 to infinity എന്ത് കിട്ടും? bn sin nx എന്ന് മാത്രം കിട്ടും. bn എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. -2n/n² - 1 n ഈസ് നോട്ട് ഈക്വൽ ടു 1 ആൻഡ് π/2 ഫോർ n ഈസ് ഈക്വൽ ടു 1. സോ ഇതായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ മക്കളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷോ ദാറ്റ് ദ ഫങ്ഷൻസ് f(1)(x) ആൻഡ് f(1)(x) is equal to e⁻x, f(2)(x) is equal to x e⁻−x minus e⁻−x are orthogonal on ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to. ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഓർത്തോഗണാലിറ്റി ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ, അതായത് ഓർത്തോഗണാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താ? ഇന്നർ പ്രൊഡക്റ്റ് f1 f2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇൻ്റഗ്രൽ a to b f(1)(x) ഇൻറ്റു f(2)(x) dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a എന്ന് പറഞ്ഞാൽ 0 ആണ്, b എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ f(1)(x) എന്ന് പറഞ്ഞാൽ e⁻x ഇൻറ്റു f(2)(x) എന്ന് പറഞ്ഞാൽ e⁻−x മൈനസ് e⁻−x dx എന്ന് കിട്ടും. ആ e⁻x കൊണ്ട് അകത്തേക്കാണ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുക? ഇൻ്റഗ്രൽ 0 to 2 x e⁻x ഇൻറ്റു e⁻−x മൈനസ് e⁻−x ഇൻറ്റു e⁻x dx എന്ന് കിട്ടും അല്ലേ? സോ നോക്കിക്കേ, ഇവിടെ എന്താ വരുന്നുണ്ടാവുക മക്കളെ? e⁻x ഇൻറ്റു e⁻−x എന്ന് പറഞ്ഞാൽ e⁻0 ആയിട്ട് മാറി, എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 x - 1 എന്ന് കിട്ടും നമുക്ക്. x - 1 dx എന്ന് കിട്ടും. സോ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കിക്കേ, എന്താ വരിക? x² മൈനസ് x വിത്ത് ദ ലിമിറ്റ് 0 to. ഓക്കെ, സോ 2 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. അപ്പോൾ എന്താ കിട്ടുന്നുണ്ടാവും മക്കളെ? ദാറ്റ് ഈസ് 2² മൈനസ് 2 മൈനസ് 0² മൈനസ് 0. സെക്കൻഡ് ടേം ഓഫ് കോഴ്സ് 0 ആണ്. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. സോറി, 2² എന്ന് പറഞ്ഞാൽ 2 ആണ്. 2² is 2. 2 - 2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു f(1)(x) ആൻഡ് f(2)(x) ആ ഓർത്തോഗണൽ. എന്തായിരിക്കും? അത് രണ്ടും ഓർത്തോഗണലാണ് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഓർത്തോഗണലിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണാറുണ്ട് കേട്ടോ. ഓക്കെ, സോ
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മക്കളെ. ഷോ ദാറ്റ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ 6 ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ 9 ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈസ് പാരാബോളിക്. ഓൾറെഡി നമ്മൾ പാരാബോളിക്കിൻ്റെ കോൺസെപ്റ്റ് നമുക്കറിയാം. എന്തായിരുന്നു പാരാബോളിക്കിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മക്കളെ? അതായത് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുന്നു. ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണെന്ന് വിചാരിക്കാം. ഒരു എ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2b ഇൻറ്റു എന്ത് കിട്ടും നമുക്ക്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് സി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന രൂപത്തിലാണെങ്കിൽ അതിൻ്റെ പരാബോളിക് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ബി സ്ക്വയർ മൈനസ് എ സി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മക്കളെ? 1 എന്ന് എഴുതിക്കൂടാ. കാരണം ഡോ സ്ക്വയർ വൈ യു ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ കൂടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. ആൻഡ് 2b ഈക്വൾ ടു നമുക്ക് എന്ത് കൊടുക്കാം? 6 കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൾ ടു ബി is ഈക്വൾ ടു 6/2 വരും, അല്ലെങ്കിൽ 3 എന്ന് കിട്ടും. ഇനി സി ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ? സി ഈക്വൾ ടു യു വിൽ ഗെറ്റ് 9. സോ നോക്കിക്കേ, അതായത് ബി സ്ക്വയർ മൈനസ് എ സി ആണ് കാണേണ്ടത്. സോ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ക്വയർ മൈനസ് എ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 9, അതായത് 9 മൈനസ് 9 ഈക്വൾ ടു 0 എന്ന് കിട്ടും. സോ ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? ഇറ്റ്സ് പരാബോളിക് ആണെന്ന് കിട്ടും. സോ ദിസ് ഈസ് പരാബോളിക് ആണെന്ന് കിട്ടും. ക്ലിയർ ആയില്ല മക്കളെ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2 ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ യു ബൈ ഡോ എക്സ് മൈനസ് 6 ഡോ യു ബൈ ഡോ വൈ ഈക്വൾ ടു 0 എന്ന് പറയുന്നത് പാരാബോളിക് ആണെന്ന് കാണിക്കണം. സോ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, നന്നായി ശ്രദ്ധിച്ചോ. ഇവിടെ നിന്ന് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ എ ഈക്വൾ ടു 1 എന്ന് എഴുതാം. ആൻഡ് 2b എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ നിന്ന് ബി സി ഈക്വൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇനി സി ഈക്വൾ ടു എന്താ വരുന്നുണ്ടാവുക മക്കളെ? സി ഈക്വൾ ടു 1 ആണ് വരുന്നുണ്ടാവുക. സോ വി ഹാവ് ടു ഫൈൻഡ് ബി സ്ക്വയർ മൈനസ് എ സി, അതായത് ബി സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 വരും, അതായത് 1 മൈനസ് 1 ഇസ് ഈക്വൾ ടു 0 എന്ന് കിട്ടും. സോ ദിസ് ഈസ് പരാബോളിക്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ല മക്കളെ? ഓക്കെ, ഒരു ഓർത്തോഗണലിൻ്റെ ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓർത്തോഗണാലിറ്റിയുടെ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻസ് f1 ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ആൻഡ് f2 ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു cos 2x ഈസ് ആർ ഓർത്തോഗണൽ ഓൺ -π/2 to π/2. നോക്കിക്കോ, അതായത് ഇന്നർ പ്രൊഡക്റ്റ് f1, f2 എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് എക്സ് dx എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -π/2 to π/2 എക്സ് cos 2x dx എന്ന് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അതായത് ഫസ്റ്റ് വാല്യൂ എക്സ് ആയിട്ട് എടുത്തു, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആയിട്ട് എടുത്തു. സോ ഇൻ്റഗ്രൽ cos 2x dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡാഷ് ഇൻ്റഗ്രൽ cos 2x dx എന്ന് കിട്ടും. ഓക്കെ, വിത്ത് ഇൻ ദ ലിമിറ്റ് -π/2 to π/2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നുണ്ടാവുക? എക്സ് ഇൻറ്റു cos 2x അല്ല sin 2x ഡിവൈഡഡ് ബൈ 2 എന്ന് വരും, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇവിടെ sin 2x ഡിവൈഡഡ് ബൈ 2 dx നമുക്ക് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഈക്വൽ ടു x/2 sin 2x -1/2 ഇൻ്റഗ്രൽ sin 2x dx എന്ന് കിട്ടും, വിത്തിൻ ദ ലിമിറ്റ് -π/2 to π/2. ഓക്കെ, സോ നോക്കിക്കേ, ഈക്വൽ ടു x/2 ഇൻറ്റു sin 2x മൈനസ് 1/2 ഇൻറ്റു sin 2xൻ്റെത് മൈനസ് cos 2x ആണ്, പ്ലസ് ആയിട്ട് മാറി.
സോ കോസ് 2x/2 എന്ന് കിട്ടും വിത്തിൻ ദ ലിമിറ്റ് -π/2 ടു π/2. ഓക്കെ, സോ ശ്രദ്ധിച്ചോ, ദാറ്റ് ഈസ് ഈക്വൽ ടു x/2 sin 2x പ്ലസ് 1/4 cos 2x വിത്തിൻ ദ ലിമിറ്റ് -π/2 ടു π/2 എന്ന് കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ π/2 അല്ലേ, ദാറ്റ് ഈസ് π/2/2 സൈൻ 2π/2 എന്ന് പറഞ്ഞാൽ 2π വരും പ്ലസ് 1/4 ഇൻറ്റു കോസ് 2π എന്നാൽ കോസ് പൈ. ഓക്കെ, മൈനസ് -π/2/2 സൈൻ മൈനസ് പൈ. ഓക്കെ, സൈൻ മൈനസ് പൈ പ്ലസ് 1/4 കോസ് മൈനസ് പൈ എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, കോസ് മൈനസ് പൈ എന്ന് കിട്ടും. എന്താ സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്, കോസ് പൈ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? 1 ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ആര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? 1/4 മാത്രം ഉണ്ടാവും. ആൻഡ് ഇവിടെ ഈ ടേം സൈൻ മൈനസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ പൈ ആണ്, അതും എന്ത് തന്നെയാണ് 0 ആയിട്ട് പോയി. ആൻഡ് ഇവിടെ ഒരു -1/4 ഉണ്ടാവും. സോ 1/4 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ അതെന്തായിരിക്കും? ഒരു ഓർത്തോഗണലായിരിക്കും. ഓർത്തോഗണാലിറ്റിയും പരാബോളിക്കും ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ഉണ്ടാവാറുണ്ട് എക്സാമിന് കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനും 5 മാർക്കിനും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് വരാറുള്ളത് ഫോറിയർ സീരീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയ മക്കളെ? സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഗൈസ്.